സിറ്റാസിഫോർമസ് പക്ഷിഗോത്രത്തിലെ സിറ്റാസിഡെ കുടുംബത്തിൽപ്പെടുന്ന പക്ഷികളെ തത്തകൾ എന്ന് പൊതുവെ പറയുന്നു. ഇവ മിക്കവാറും കൂട്ടമായാണ് സഞ്ചരിക്കുന്നത്. 80 ജനുസുകളിലായി ഏകദേശം 372 സ്പീഷീസുകളിൽ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. ഉഷ്ണമേഖലയിലും ഉഷ്ണമേഖലയോടടുത്ത പ്രദേശങ്ങളിലുമാണ് ഇവ സാധാരണയായി കാണപ്പെടുന്നത്. കുറുകിയ കാലുകൾ, മെലിഞ്ഞ ശരീരം, തടിച്ചുരുണ്ടു കുറുകിയതും ഉറപ്പുള്ളതും അറ്റം കൂർത്തു വളഞ്ഞതുമായ ചുണ്ട്, നീണ്ട ത്രികോണാകൃതിയിലുള്ള വാൽ, മരത്തിൽ കയറുവാൻ ഉപയോഗിക്കത്തക്ക കാലുകൾ, പച്ചത്തൂവലുകൾ എന്നിവ തത്തകളുടെ സവിശേഷതകളാണ്. തത്തയുടെ മേൽചുണ്ട് തലയോടുമായി ബന്ധിച്ചിരിക്കുന്നതിനാൽ മേൽചുണ്ടിന് പരിമിതമായ ചലന സ്വാതന്ത്ര്യമേ ഉള്ളൂ. തത്തയുടെ കാലിൽ 4 വിരലുകളാണുള്ളത്. ഇതിൽ 2 എണ്ണം മുന്നോട്ടും 2 എണ്ണം പുറകോട്ടുമാണ്. ഇവ മിക്കപ്പോഴും കൂട്ടം ചേർന്നാണ് സഞ്ചരിക്കുന്നത്. 32 ഇനം തത്തകളുണ്ടെങ്കിലും 5 ഇനങ്ങൾ മാത്രമാണ് കേരളത്തിൽ കാണപ്പെടുന്നത്. തത്തകളിൽ ഏറ്റവും അധികമുള്ളത് നാട്ടുതത്തയാണ്. പഞ്ചവർണ്ണക്കിളി, ബാലൻ തത്ത എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പക്ഷിയുടെ ശാസ്ത്രനാമം സിറ്റാക്കുല ക്രാമേറി എന്നാണ്. ഇവ സംഘങ്ങളായി കൃഷിസ്ഥലങ്ങളിലെത്തി കൃഷിക്കും ഫലവൃക്ഷങ്ങൾക്കും വൻതോതിൽ നാശമുണ്ടാക്കാറുണ്ട്. വിളഞ്ഞു നിൽക്കുന്ന ധാന്യച്ചെടികൾ, പാകമായി വരുന്ന കായ്കൾ തുടങ്ങിയവ ഭക്ഷിക്കുന്നതിനേക്കാൾ ഏറെ അവ കൊത്തി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കനി ഭക്ഷിക്കുന്ന പഞ്ചവർണ്ണ കിളി ശരീരം മുഴുവനും പച്ച, മുകൾ വശത്ത് നീലയും അടിഭാഗത്ത് മഞ്ഞ നിറവുമുള്ള വാൽ, കൊക്കിന്റെ മുകൾ പകുതി ചുവന്നതും കീഴ്പകുതി കറുത്തതും, കൊക്കിന്റെ അടിയിൽ നിന്ന് തുടങ്ങി പുറം കഴുത്ത് ചുറ്റിപ്പോകുന്ന ഒരു കറുത്ത മാലയും അതിനെ തൊട്ടുകിടക്കുന്ന ഇളം ചുവപ്പ് വരയും ആൺപക്ഷികളുടെ സവിശേഷതകളാണ്. പെൺപക്ഷികൾക്ക് ചുവപ്പ് മാലയ്ക്ക് പകരം പുൽപ്പച്ച നിറത്തിലുള്ള തൂവലുകളാണ് കാണപ്പെടുന്നത്. മറ്റൊന്ന് പൂന്തത്ത. ശാസ്ത്രനാമം സിറ്റാക്കുല സയനോസെഫാല. ആൺപക്ഷികളുടെ തല ഊതയും ചുവപ്പും കലർന്ന നിറമായിരിക്കും. കഴുത്തിന് ചുറ്റും കറുത്ത വളയവും ചിറകിൽ ചുമലിനടുത്തായി ചുവന്ന ഒരു ചുട്ടിയും കാണപ്പെടുന്നു. പെൺപക്ഷിയുടെ തലയ്ക്ക് ഊത കലർന്ന ചാരനിറമായിരിക്കും. ചുമലിൽ ചുവപ്പ് ചുട്ടി കാണുന്നില്ല. കഴുത്തിനു ചുറ്റും മഞ്ഞ വളയമാണുള്ളത്. ആൺപക്ഷികളുടെ കൊക്കിന് ഇളം ഓറഞ്ചും പെൺപക്ഷികളുടേതിന് മഞ്ഞ നിറവുമാണ്. പൂന്തത്തകളുടെ വാലിന്റെ മുകൾ ഭാഗം നീലയും മധ്യത്തിലുള്ള നീണ്ട തൂവലുകളുടെ അറ്റത്ത് 1 ഇഞ്ചോളം നീളത്തിൽ വെള്ള നിറവുമായിരിക്കും. പറക്കുമ്പോൾ ഈ വെള്ള നിറം വ്യക്തമായി കാണാനാകും. ടുയി ടുയി എന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് ഇവ പറക്കുന്നത്. നീലത്തത്തയുടെ ശാസ്ത്രനാമം സിറ്റാക്കുല കൊളുംബോയിഡ്. നീലത്തത്തയുടെ ശരീരത്തിന് നീല കലർന്ന പച്ച നിറം. ചിറകുകളും വാലിന്റെ മുകൾ ഭാഗവും നീലയും, തലയും മാറിടവും പുറവും ചുവപ്പ് കലർന്ന ചാരനിറവും. വാലിന്റെ അഗ്രം മഞ്ഞയുമായിരിക്കും. ആൺപക്ഷികൾക്ക് കഴുത്തിൽ കറുത്ത മാലയും അതിനു തൊട്ടു നീലയും പച്ച കലർന്ന ഭംഗിയുള്ള ഒരു മാലയുമുണ്ട്. കൊക്കിന്റെ മുകൾ പകുതി ചുവപ്പും അറ്റം മഞ്ഞയും കീഴ്പകുതി മങ്ങിയ കറുപ്പ് നിറവുമാണ്. പെൺപക്ഷിയുടെ കൊക്കിന്റെ മേൽപകുതി മങ്ങിയ കറുപ്പ് നിറത്തിലായിരിക്കും. മുളന്തത്ത എന്ന പേരിലും അറിയപ്പെടുന്ന നീലത്തത്ത ഒരു കാട്ടുപക്ഷിയാണ്. ഇവ 30-40 എണ്ണമുള്ള കൂട്ടങ്ങളായാണ് സഞ്ചരിക്കുക. ക്രേ ക്രേ, ഇഷ്ക്രേ ഇഷ്ക്രേ എന്നിങ്ങനെയുള്ള പരുക്കൻ ശബ്ദം പുറപ്പെടുവിക്കുന്ന നീലത്തത്തയെ വളരെ ദൂരത്തുനിന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും. തത്തകൾ മുട്ടയിടുന്നത് വേനൽക്കാലത്താണ്. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് ഇവ കൂടുകെട്ടുന്നത്. 6 മുതൽ 20 മീറ്റർ വരെ ഉയരമുള്ള മരപ്പൊത്തുകളിലാണ് ഇവ കൂടുണ്ടാക്കുന്നത്. മരം കൊത്തിയുടെയും മറ്റും പഴയ കൂടുകളും ഇവ ഉപയോഗിക്കാറുണ്ട്. മതിലിലും ചുവരുകളിലുമുള്ള ദ്വാരങ്ങളും തത്തകൾ കൂടുകളായി ഉപയോഗിക്കും. മാളത്തിനുള്ളിൽ കൂടുണ്ടാക്കാതെ തന്നെ തത്തകൾ മുട്ടയിടും. സാധാരണ 4 മുട്ടകൾ ഇടുന്നു. മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക്
കാഴ്ചയുണ്ടാകില്ല. കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ തൂവലുകളോ രോമങ്ങളോ കാണപ്പെടുന്നില്ല. തത്തകൾ അനുകരണ സാമർഥ്യം കൂടുതലുള്ള പക്ഷിയായതിനാൽ നിരന്തരം പരിശീലിപ്പിച്ചാൽ അക്ഷരസ്ഫുടതയോടെ സംസാരിക്കാൻ ഇവയ്ക്ക് കഴിയും. ഇന്ത്യ, തെക്കുകിഴക്ക് ഏഷ്യ, വടക്കേ അമേരിക്കയുടെ തെക്കൻ ഭാഗങ്ങൾ, തെക്കേ അമേരിക്ക, പടിഞ്ഞാറെ ആഫ്രിക്ക എന്നീ മിക്ക ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും തത്തകളെ കാണാം. ഏറ്റവും കൂടുതൽ തത്ത ഇനങ്ങൾ വരുന്നതും ഓസ്ട്രേലേഷ്യ, തെക്കേ അമേരിക്ക, മധ്യ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നാണ്. ഒരു തത്തയുടെയും പ്രകൃതിയാലുള്ള ആവാസ വ്യവസ്ഥയിൽ USA ഉൾപ്പെടുന്നില്ല. മെയ് 31 ലോക തത്ത ദിനമായി ആചരിക്കുന്നു.